എല്ലാവർക്കും നമസ്കാരം. സാർ, തിരുവനന്തപുരത്ത് നിന്ന് പ്രീതിയാണ്. അയ്യോ, എത്ര പ്രീതിമാരാണല്ലേ, ഒക്കെ മാറിപ്പോവുക ആരൊക്കെയാണ് എന്നുള്ളത്. എന്തായാലും ഒരു അനുഭവം ഉണ്ട്, വേഗം തന്നെ വായിക്കാം. ആദ്യം തന്നെ ഭഗവാനെ സ്തുതിക്കട്ടെ കേട്ടോ. ഹരേ കൃഷ്ണ, ഓം നമോ നാരായണായ. ഇതെന്റെ ഭർത്താവ് പറഞ്ഞത് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്നത്. കാരണം പല പ്രാവശ്യം ഞാൻ എന്റെ ഭഗവാനോടുള്ള ഭക്തിയെക്കുറിച്ചും ഓരോ അനുഭവം പറയുമ്പോഴും വിശ്വാസം വരാത്തതുപോലെ സംസാരിക്കുകയായിരുന്നു കേട്ടോ അദ്ദേഹം. എന്നാൽ ഈ ഇടയ്ക്ക് സംഭവിച്ചത് എന്തെന്നോ, ഇത് പറയുമ്പോൾ എന്റെ കണ്ണുകൾ തന്നെയാണ്. കാരണം ഭഗവാനെ അത്രയ്ക്ക് അടുത്തറിഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ പല അനുഭവങ്ങളിലൊന്നാണ് കേട്ടോ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനും എന്റെ ചേച്ചിമാരും ചേർന്ന് പറ്റുമ്പോഴൊക്കെ ഗുരുവായൂർ ദർശനം നടത്തിയിരുന്നു. ഓരോ പ്രാവശ്യം പോയി വരുമ്പോഴും അടുത്ത് എന്നാണ് ഭഗവാനെ കാണാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഈയിടെയാണ് ഗുരുവായൂരിലെ ആളി എന്നെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. എന്നാൽ പല പ്രാവശ്യം ദർശനം കഴിഞ്ഞ് എനിക്ക് ഇത് വാങ്ങാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചു. എന്നാൽ ഭഗവാൻ എന്നെ കൈവിട്ടില്ല. എന്തെന്നാൽ പിറ്റേ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയോട് ഞാനിത് പറഞ്ഞോട്ടോ. ചില